ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജിയുടെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. വളരെ ചെറിയ കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ വളരെ കുറച്ച് കാര്യങ്ങളും കൂടി മാത്രം പറയുന്ന ഒരു സെക്കൻഡ് ക്ലാസ്സാണിത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരകളാണ്. അതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സാധനങ്ങളെല്ലാം ഒന്ന് ഓർത്തെ. ഒന്നാമത് ആദ്യം എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞു, എന്താണ്, പിന്നെ സൈക്കോളജിയിലെ രണ്ട് വാക്കുകൾ സൈക്കേ ലോഗോസ്, ആ വാക്കിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു. പിന്നെ എന്താണ് സൈക്കോളജിയുടെ ഭാഷ, ഏത് ഭാഷ, ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്ത് പറഞ്ഞു, ഓരോ സൈക്കോളജിയുടെ ഓരോ സമയത്ത് വന്ന വാദങ്ങൾ പറഞ്ഞു. ആദ്യം എന്ത് പറഞ്ഞു, ആദ്യം സൈക്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ ആത്മാവിനെ, പിന്നെ ഏതാണ് മനസ്സ്, പിന്നെ ബോധം, പിന്നെ വ്യവഹാരം, അങ്ങനെ ഓരോന്നിനെ അതേക്കുറിച്ചും ഉള്ള പഠനമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, ഓരോരോ വുഡ്സ്വർത്തിൻ്റെ ഡയലോഗ്, പീലിൻ്റെ ഡയലോഗ്, സ്കിന്നറുടെ ഡയലോഗ്, പിന്നെ നമ്മളുടെ ക്രോ ആൻഡ് ക്രോയുടെ ഡയലോഗ്, ഇത്രയും ഡയലോഗുകൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ കേവല മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രവും പറഞ്ഞ് നിർത്തി. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നതാണ് മനഃശാസ്ത്ര ചിന്താധാരകൾ. എന്താണ് അടുത്ത് പറയുന്നത്? മനഃശാസ്ത്ര ചിന്താധാരകൾ. അപ്പം മനഃശാസ്ത്ര ചിന്താധാരകളെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത്. അതായത് ഈ മനഃശാസ്ത്ര ചിന്താധാരകളിനകത്ത് ഓരോ സമയത്തും വന്ന വാദങ്ങൾ, ഓരോ വാദത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ, ഇപ്പം നമ്മളെന്ത് പറയുന്നു, മനഃശാസ്ത്ര ചിന്താധാരകളും അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ ഒറ്റ പേര് വെച്ചേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പം എന്നാൽ ഈ ഒരു പേരല്ല, ഒന്നിൽ കൂടുതൽ പേരുകൾ ഓരോ വാദത്തിനകത്തും വരുന്നുണ്ട്. ഇപ്പോൾ സൈക്കോളജിയൊക്കെ പഠിച്ചവർക്കറിയാം, ഓരോ വാദത്തിലും ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഇപ്പോൾ ഘടനാവാദം എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരും. ധർമ്മവാദം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരും. ഓക്കെ, ഇപ്പം നമ്മളെന്താണ്, പ്രധാനപ്പെട്ട ഒരു പേര് വെച്ച് നമ്മൾ ആദ്യം പഠിച്ചു പോകുന്നു, പിന്നീട് നമ്മൾ ബാക്കിയുള്ള പേരുകളും പഠിക്കും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തത്, ഇതിനെ പ്രധാനപ്പെട്ട ചിന്താധാരകൾ എന്ന് പറയുമ്പോൾ, 1 ഘടനാവാദം, 2 ധർമ്മവാദം, 3 സമഗ്രതാവാദം, 4 വ്യവഹാരവാദം, 5 മാനസിക അപഗ്രഥനം, 6 മാനവികതാവാദം, 5 വൈജ്ഞാനികവാദം. അപ്പോൾ ഒന്നും കൂടി നോക്കുക. 1 ഘടനാവാദമാണ്, 2 ധർമ്മവാദം, 3 സമഗ്രതാവാദം, 4 വ്യവഹാരവാദം, 5 മാനസിക അപഗ്രഥനം, 5 അടുത്തത് മാനവിക അപഗ്രഥനം, അവസാനം വൈജ്ഞാന നിർമ്മിതിവാദം അല്ലെങ്കിൽ ജ്ഞാന നിർമ്മിതിവാദം അല്ലെങ്കിൽ യാതൃവാദം എന്നൊക്കെ പറയും. ഓക്കെ, ഇനിയിപ്പോൾ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഘടനാവാദത്തെയാണ്. ഘടനാവാദത്തിൽ ആദ്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ആദ്യം അങ്ങ് വായിക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഘടനാവാദം മനഃശാസ്ത്രത്തിലെ ആദ്യ ചിന്താധാരയാണ് ഘടനാവാദം. അപ്പം മനഃശാസ്ത്രത്തിലെ ആദ്യ ചിന്താധാരയാണ് ഏത്? ഘടനാവാദം. അപ്പോൾ ആദ്യ ചിന്താധാരയാണ് ഘടനാവാദം. പിന്നെ മനസ്സിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ഇതിന് പ്രാധാന്യം നൽകുന്നത്. മനസ്സിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇത് ഘടനാവാദം പ്രാധാന്യം നൽകുന്നത്. പിന്നെ വില്യം വൂണ്ടാണ് ഈ ചിന്താധാരയുടെ വക്താവ്. അപ്പോൾ ഈ ചിന്താധാരയുടെ വക്താവിൻ്റെ പേരെന്താണ്? ഈ ചിന്താധാരയുടെ വക്താവിൻ്റെ പേര് വില്യം വൂണ്ട്. വില്യം വൂണ്ട് നമ്മൾ പറഞ്ഞു, സൈക്കോളജിയുടെ പിതാവ് ആര്? വില്യം വൂണ്ട്. അപ്പം ഘടനാവാദത്തിൻ്റെ ആളാര്? വില്യം വൂണ്ട്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണ്? ഘടനാവാദത്തിൻ്റെ വക്താവ് ആര്? വില്യം വൂണ്ടാണ്. മനസ്സിൻ്റെ അനുഭവങ്ങളെ സംവേദനം, ബിംബം, വികാരം എന്നീ 3ആയി ഇവ തിരിച്ചിരിക്കുന്നു. അന്തർനിരീക്ഷണം, ഇൻട്രോസ്പെക്ഷൻ ആണ് ഇവയുടെ പഠന രീതി. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട പഠന രീതി ഏതാണ്? അന്തർനിരീക്ഷണ പഠനം. പ്രധാനപ്പെട്ട ആളാരാണ്? വില്യം വൂണ്ട്. പിന്നെ വില്യം വൂണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. വില്യം വൂണ്ടിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞൂടെ? വില്യം വൂണ്ടിനെ കുറിച്ച് നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞത് ആ പോയിൻ്റൊക്കെ. എന്താണ്? 1879 എവിടാണ്? ജർമ്മനിയിലെ ലിപ്സിഗിൽ ആദ്യത്തെ പരീക്ഷണ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നും സൈക്കോളജിയുടെ പിതാവെന്നും പരീക്ഷണ സൈക്കോളജിയുടെ പിതാവെന്നും എല്ലാം അറിയപ്പെടുന്ന ആരാണ്? ഈ വില്യം വൂണ്ടാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞില്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം ഈ ഘടനാവാദവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അന്തർദൃഷ്ടി പഠനം ഉപയോഗിക്കുന്ന
മനഃശാസ്ത്ര ചിന്താധാര. അന്തർദൃഷ്ടി പഠനം ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാര. അന്തർദൃഷ്ടി പഠനം ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാര ഏതാ? അന്തർദൃഷ്ടി പഠനം ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാര ഘടനാവാദമാണ്. അന്തർദൃഷ്ടി ചിന്ത ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാര ഘടനാവാദമാണ്. അതാണ്. പിന്നെ അടുത്താണ്ട് ഇവിടെ വില്യം വൂണ്ട്. വില്യം വൂണ്ടിൻ്റെ എന്താണ് കാര്യം? വില്യം വൂണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടനാവാദത്തിൻ്റെ വക്താവ് ആര്? വില്യം വൂണ്ട്. ഘടനാവാദത്തിൻ്റെ വക്താവ് വില്യം വൂണ്ട് ആണ്. ഓക്കെ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്തതിനകത്തേക്ക് നമുക്ക് പോകാം. അടുത്ത രണ്ടാമത്തെയാണ് ധർമ്മവാദം. മറ്റിടത്ത് വില്യം വൂണ്ടാണ് മെയിൻ ആളെങ്കിൽ ഇവിടുത്തെ മെയിൻ ആളുടെ പേര് വില്യം ജെയിംസ്. ഇവിടുത്തെ മെയിൻ ആളുടെ പേരെന്താണ്? വില്യം ജെയിംസ്. നോക്കിയോ, വില്യം ജെയിംസ് ആണ് ഇവിടുത്തെ മെയിൻ ആള്. വില്യം ജെയിംസ്. വില്യം ജെയിംസ് ആണ് ഇവിടുത്തെ മെയിൻ ആള്. അപ്പം അവിടെ വില്യം വൂണ്ട്, ഇവിടെ വില്യം ജെയിംസ്. അവിടെ ഏതാണ്? മനസ്സിൻ്റെ ഘടനാപരമായിട്ടുള്ള കാര്യം. ഇവിടെ എന്തായിരിക്കും? മനസ്സിൻ്റെ ഘടനയേക്കാൾ ഉപരി മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിൻ്റെ ധർമ്മം എന്താണ് എന്ന് മുൻഗണന നൽകുന്നു. വില്യം ജെയിംസ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ബോധമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇത് പഠിച്ചു. ഓർമ്മം, പഠനം, പ്രശ്നപരിഹാരം തുടങ്ങിയ മേഖലകൾ ഇത് ചിന്താധാര പ്രാധാന്യം നൽകുന്നു. അതായത് പ്രധാനമായി മനസ്സിൻ്റെ ധർമ്മം, അല്ലെങ്കിൽ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ധർമ്മവാദം. മനസ്സിൻ്റെ ഘടനയ്ക്ക് പ്രാധാന്യം നൽകിയത് ഘടനാവാദം. ഘടനാവാദത്തിൻ്റെ ആളാര്? വില്യം വൂണ്ട്. ധർമ്മവാദമാണെങ്കിൽ ആരാണ്? വില്യം ജെയിംസ്. ജെയിംസ്. വില്യം ജെയിംസ്. വില്യം ജെയിംസ്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഇനി അപ്പം നമുക്ക് അടുത്തതിന് അറിയിടുക. അടുത്തയാണ് വ്യവഹാരവാദം. വ്യവഹാരവാദം എന്ന് പറയുമ്പോഴേ നമ്മൾ പഠിച്ചു. വ്യവഹാരവാദം ആരാണ്? വ്യവഹാരവാദത്തിൻ്റെ ഒരു ആളുടെ ഒരു മാമൻ്റെ പേര് നമ്മൾ പഠിച്ചല്ലോ. ആരാണത്? ജെ.ബി. വാട്സൺ. ജെ.ബി. വാട്സൺ. ജെ.ബി. വാട്സൺ ആണ് ഇത് വ്യവഹാരവാദത്തിൻ്റെ ആളില്ലേ? അപ്പോൾ വ്യവഹാരവാദത്തിൻ്റെ ആൾ ജെ.ബി. വാട്സൺ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇനി എന്താണ് വ്യവഹാരവാദം? പുറമേ കാണാൻ കഴിയുന്ന സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് വ്യവഹാരം. അപ്പം എന്താണ് വ്യവഹാരം? പുറമേ കാണാൻ കഴിയുന്ന സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് വ്യവഹാരം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഏത്? വ്യവഹാരവാദം. ആളാരാ? ജെ.ബി. വാട്സൺ. നമ്മൾ പഠിച്ചില്ലേ? ഇനി ഉത്തേജനവും പ്രതികരണവും തമ്മിലുള്ള ബന്ധമാണ് ഇവയ്ക്ക് ഊന്നൽ നൽകുന്നത്. ആ ഉത്തേജനവും പ്രതികരണവും വേറെ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണ് ഉത്തേജനവും പ്രതികരണവും? അത് PYQ ആണ്. അപ്പോൾ ഉത്തേജനവും പ്രതികരണവും തമ്മിൽ ഏത് വാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ ചോദകം പ്രതികരണം. ഉത്തേജകം അല്ലെങ്കിൽ ചോദകം. ചോദകം പ്രതികരണം അല്ലെങ്കിൽ ഉത്തേജകം. ഉത്തേജകം പ്രതികരണം. ഒന്നെങ്കിൽ ചോദകം പ്രതികരണം അല്ലെങ്കിൽ ഉത്തേജകം പ്രതികരണം. ചോദകം പ്രതികരണം അല്ലെങ്കിൽ ഉത്തേജകം പ്രതികരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യവഹാരവാദം. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജെ.ബി. വാട്സൺ. മനഃശാസ്ത്രത്തെ ഒരു വസ്തുനിഷ്ഠ ശാസ്ത്രമാക്കി മാറ്റുന്നതിൽ ഈ ചിന്താധാര വലിയ പങ്കുവച്ചു. വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇത്ര നേരം പറഞ്ഞത് ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഘടനാവാദം. ഘടനാവാദം ആരാണ്? വില്യം വൂണ്ട്. ധർമ്മവാദം വില്യം ജെയിംസ്. അന്തർദൃഷ്ടി പഠനം വരുന്നത് ഘടനാവാദത്തിൽ. ധർമ്മവാദത്തിനകത്ത് ഏതാണ്? മനസ്സിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ മനസ്സിൻ്റെ ധർമ്മത്തിന് പ്രാധാന്യം. വ്യവഹാരവാദം ഉത്തേജനവും പ്രതികരണവും അല്ലെങ്കിൽ ചോദനവും പ്രതികരണവും. ആള് ജെ.ബി. വാട്സൺ. ഓക്കെ അല്ലേ? അടുത്തത് സമഗ്രതാവാദം. സമഗ്രതാവാദത്തിൻ്റെ ഇംഗ്ലീഷ് പേര് ഗസ്റ്റാൾട്ടിസം. അത് ഇങ്ങനെ പഠിച്ചാൽ പോരാ. മലയാളത്തിൽ ഗസ്റ്റാൾട്ടിസം ഗസ്റ്റാൾട്ടിസം എന്ന് എഴുതാൻ പഠിക്കണം. മലയാളത്തിൽ ഗസ്റ്റാൾട്ടിസം എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഗസ്റ്റാൾട്ടിസം. അപ്പം മലയാളത്തിൽ തന്നെ നമ്മൾ എന്തു ചെയ്യണം? ഗസ്റ്റാൾട്ടിസം എന്ന് എഴുതാൻ പഠിച്ചിരിക്കണം. എന്തുകൊണ്ട്? സമഗ്രതാവാദമൊന്നും മാത്രം ചോദിക്കത്തില്ല, ഗസ്റ്റാൾട്ടിസം എന്ന് തന്നെ പറഞ്ഞു വരും. ഓക്കെ, അതിനകത്ത് പ്രധാനപ്പെട്ട ഡയലോഗ് ഏതാടാ? അതിനകത്ത് ആ പ്രധാനപ്പെട്ട ആ നീലയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? നീലയിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ? ഒന്ന് നോക്കിയേ. ഘടകങ്ങളെ പ്രത്യേകം പഠിക്കുന്നതിന് പകരം പൂർണ്ണ രൂപത്തിൽ കാണണം. അല്ലെങ്കിൽ ഘടകങ്ങളെക്കാൾ കൂടുതൽ തുകയ്ക്കാണ് പ്രാധാന്യം. ഘടകങ്ങളെക്കാൾ കൂടുതൽ തുകയ്ക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഘടകങ്ങളുടെ പ്രത്യേകം പഠിക്കുന്നതിന് പകരം
പൂർണ്ണ രൂപം കാണണം എന്ന് പറയുന്നതും ശരിയാണ്. ഘടകങ്ങളെക്കാൾ തുകയ്ക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത് ശരിയാണ്. ഇത് രണ്ടും ഏത്? ഗസ്റ്റാൾട്ടിസം അല്ലെങ്കിൽ സമഗ്രതാവാദം. ഇനി മാക്സ് വെർത്തിമറാണ് ഈ ചിന്താധാരയുടെ പ്രധാനി. അപ്പോൾ ഈ ചിന്താധാരയുടെ പ്രധാനി അതാണ് മാക്സ് വെർത്തിമർ. മാക്സ് വെർത്തിമറാണ് ഇതിൻ്റെ പ്രധാനി. ഇനി ഈ മാക്സ് തരാതെ വെർത്തിമർന്ന് മാത്രം തരുവേ, അതൊന്ന് നോക്കിക്കോണേ. അപ്പം മാക്സ് വെർത്തിമർ അല്ലെങ്കിൽ വെർത്തിമറാണ് ഇതിൻ്റെ പ്രധാനി. ഈ വെർത്തിമർ മാത്രമല്ല, കോഫ്ലർ, വെർത്തിമർ, കർട്ട് ലിവിങ്. കോഫ്ലർ, വെർത്തിമർ, കർട്ട് ലിവിങ്, അങ്ങനെ 3-4 പേരുണ്ട് കേട്ടോ. ആ 4 പേരൊന്ന് ഓർത്ത് വെച്ചേരെ. കാരണം സാധാരണ രീതിയിൽ ശാസ്ത്രജ്ഞന്മാരെ ഈ വാദത്തിൽ പെടാത്തവർ ചോദിക്കുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഈ ഗസ്റ്റാൾട്ടിസം അല്ലെങ്കിൽ സമഗ്രതാവാദത്തിൽ ഈ 4 പേരുടെ പേര് തന്നിട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതൊന്നും എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ഓരോരുത്തരുടെ പേരല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് വൈജ്ഞാനികവാദം. ഈ വൈജ്ഞാനികവാദം, ജ്ഞാനനിർമ്മിതിവാദം, ഏതാണ് ജ്ഞാതൃവാദം എന്നെല്ലാം പറഞ്ഞ ഒരു സാധനം. വൈജ്ഞാനികവാദം, ജ്ഞാനനിർമ്മിതിവാദം, ജ്ഞാതൃവാദം എന്നെല്ലാം പറഞ്ഞ ഏതാണ്? ഈ വൈജ്ഞാനികവാദം തന്നെയാണ്. ഓക്കെ, അതിൻ്റെ ഐറ്റം എന്താണെന്ന് നോക്കി. അറിവ് ആർജിക്കുന്ന പ്രക്രിയയെക്കുറിച്ചുള്ള പഠനമാണിത്. ആ ഡയലോഗ് അതേപോലെ നമുക്ക് വേണേ. അറിവ് ആർജിക്കുന്ന പ്രക്രിയയെക്കുറിച്ചുള്ള പഠനമാണ് ഇത് നമ്മളുടെ വൈജ്ഞാനികവാദം. ഇനി ഈ വൈജ്ഞാനികവാദത്തിൽ ബുദ്ധി, ചിന്ത, ഭാഷ, പ്രശ്നപരിഹാരം തുടങ്ങിയ മാനസിക പ്രവർത്തനങ്ങൾക്ക് ഇവർ പ്രാധാന്യം നൽകുന്നു. അപ്പം ബുദ്ധി, ചിന്ത, ഭാഷ, പ്രശ്നപരിഹാരം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് ആര് പ്രാധാന്യം നൽകുന്നു? ഈ വൈജ്ഞാനികവാദം പ്രാധാന്യം നൽകുന്നു. ജീൻ പിയാഷെയാണ് ഈ ചിന്താധാരയിലെ പ്രമുഖൻ. വൈജ്ഞാനികവാദത്തിൽ പിയാഷ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ പിയാഷ മാത്രമൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്, 2-3 പേരുണ്ട്, നമ്മളത് പഠിക്കും. പക്ഷേ ജീൻ പിയാഷെ ആ പേര് ഓർത്ത് വെച്ചോണം. അല്ലെങ്കിൽ വൈജ്ഞാനികവാദത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ പിതാവ് എന്നൊക്കെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയാഷെ. കുട്ടികളെ എന്ത് വിളിച്ചു? കുട്ടിശാസ്ത്രജ്ഞന്മാർ എന്ന് വിളിച്ചു. കുട്ടിശാസ്ത്രജ്ഞന്മാരെന്ന് വിളിച്ചത് ആരാ? പിയാഷെയാണ്. ഓക്കെയാണ്. എന്നിട്ട് നമുക്ക് അടുത്തതിനകത്തേക്ക് പോകാം. അടുത്തത് മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ മനോവിശ്ലേഷണവാദം എന്ന് പറയുന്നു. ഈ മനോവിശ്ലേഷണ സമീപനം എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. ആളാരാണ്? ആദ്യം നമുക്ക് ആളുടെ പേര് പറയാം. സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ആളാരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, പിന്നെ ഇതിനകത്ത് വീണ്ടും കിടന്ന് വായിക്കണോ? വേണ്ട. മനോവിശ്ലേഷണം സിഗ്മണ്ട് ഫ്രോയിഡാണ്. മനുഷ്യൻ്റെ അബോധ മനസ്സിനെ കുറിച്ചുള്ള പഠനത്തിന് മുൻഗണന നൽകിയ ചിന്താധാര മനോവിശ്ലേഷണ സമീപനം. അത് ആവശ്യമുള്ളതാണ്. മനുഷ്യൻ്റെ അബോധ മനസ്സിനെ കുറിച്ചുള്ള പഠനത്തിന് മുൻഗണന നൽകിയ ചിന്താധാര മനോവിശ്ലേഷണം. മനുഷ്യൻ്റെ അബോധ മനസ്സിനെ കുറിച്ചുള്ള പഠനത്തിന് മുൻഗണന നൽകിയ ചിന്താധാരയാണ് ഏത്? മനോവിശ്ലേഷണ സമീപനം. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. മനുഷ്യൻ്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത് അബോധ മനസ്സിലെ പ്രേരണകളാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അപ്പം അബോധ മനസ്സിന് പ്രാധാന്യം നൽകിയത് ഏതാണ്? നമ്മുടെ മനോവിശ്ലേഷണ ചിന്താധാരയാണ്. ഓക്കെ, ഇനി അവസാനത്തെയാണ് ഇത് മാനവികതാവാദം. 2 പേരാണ് വരുന്നത്. മാനവികതാവാദത്തിന് 2 പേരുണ്ട്. ഒന്നാമത്തെ ആള് ആരാണെന്ന് പറഞ്ഞാൽ കാൾ റോജേഴ്സ്. ഒന്നാമത്തെ ആള് കാൾ റോജേഴ്സ്. അടുത്തത് രണ്ടാമത്തെ ആള് എബ്രഹാം മാസ്ലോ. മാസും ലായൊക്കെയാണ് ഇത്. ലായുടെ ഒക്കെ കോലം. ഓക്കെ, അപ്പം കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയുമാണ് ഇതിന് പ്രാധാന്യം കൊടുത്തത്. നമ്മളുടെ
മാനവികതാവാദത്തിന് പ്രാധാന്യം കൊടുത്തത്. കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയുമാണ് മാനവികതാവാദത്തിന് പ്രാധാന്യം കൊടുത്തത്. വ്യക്തികളുടെ വളർച്ചയും ക്രിയാത്മകതയും ഇവർ മുൻഗണന നൽകുന്നു. വ്യക്തികളുടെ വളർച്ചയും ക്രിയാത്മകതയും ഇവർ മുൻഗണന നൽകുന്നു. ഒരു ഡയലോഗ് കൂടി പറയണം, നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ആ ഡയലോഗ് പഠിക്കുന്നത്. മാനവികതാവാദത്തിൻ്റെ ഏറ്റവും പരമമായ ഘടകം ആത്മസാക്ഷാത്കാരമാണ്. മാനവികതാവാദത്തിൻ്റെ ഏറ്റവും പരമമായ ഘടകം ആത്മസാക്ഷാത്കാരമാണ്. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ചോദ്യമാണ്. അത് നമുക്കിനി ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. അപ്പം ഒരു വളരെ ചെറിയൊരു പോർഷനെ നമ്മൾ ചെയ്തുള്ളൂ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മളുടെ ചിന്താധാരകളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം തൊട്ട് വളരെ പെട്ടെന്ന് ആ ചിന്താധാരകളൊന്ന് പറയാം. ഒന്നാമത്തത് ഘടനാവാദം. ഒറ്റയാളുടെ പേര് പറഞ്ഞാൽ വില്യം വൂണ്ട്. അന്തർനിരീക്ഷണ പഠനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഘടനാവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധർമ്മവാദം ഒറ്റപ്പേര് പറഞ്ഞാൽ വില്യം ജെയിംസ്. മനസ്സിൻ്റെ ഘടകങ്ങളെക്കാൾ ഉപരിയായി മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ മനസ്സിൻ്റെ ധർമ്മത്തെക്കുറിച്ച് പഠിച്ചു. ഇനി അടുത്തത് വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആരാണ്? JB വാട്സൺ. അത് നമ്മൾ പഠിച്ചു. ഉത്തേജവും പ്രതികരണവും അല്ലെങ്കിൽ ചോദനവും പ്രതികരണവും. അടുത്തത് സമഗ്രതാവാദം. ഗസ്റ്റാൾട്ടിസം എന്ന് പറയും. ഘടകങ്ങളെക്കാൾ ആകെത്തുകയ്ക്ക് പ്രാധാന്യം അല്ലെങ്കിൽ ഘടകങ്ങളുടെ പ്രത്യേകം പഠിക്കുന്നതിന് പകരം പൂർണ്ണമായും പഠിക്കുന്നു. ഒറ്റ പേര് പറഞ്ഞാൽ മാക്സ് വെർത്തിമർ. പിന്നെ കോഹ്ലർ, വെർത്തിമർ, കട്ട്ലിവിങ് ഇവരെല്ലാവരും സമഗ്രതാവാദത്തിനകത്ത് പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസത്തിനകത്ത് പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞു. അടുത്തത് വൈജ്ഞാനികവാദം. ജീൻ പിയാഷെ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ വൈജ്ഞാനികവാദത്തിൻ്റെ പിതാവ് പിയാഷെ. അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ ബുദ്ധി, ചിന്ത, ഭാഷ, പ്രശ്നപരിഹാരം എന്നിവയെക്കുറിച്ച് പറഞ്ഞു. അടുത്തത് വൈജ്ഞാനിക വാദമല്ലേ നമ്മളിപ്പം പറഞ്ഞേ. അടുത്തത് ഏതാണ്? മനോവിശ്ലേഷണവാദം. മനോവിശ്ലേഷണത്തിനകത്ത് ആരൊക്കെയാണ്? 2 പേര്. മനോവിശ്ലേഷണത്തിന് ഒറ്റ ആൾ. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാണ്? അബോധ മനസ്സിന് പ്രാധാന്യം നൽകിയത്. ഏതാണ്? മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അവസാനത്തതുമായിട്ട് മാനവികതാവാദം. ഏതാണ്? സ്വയം സാക്ഷാത്കാരം. മനുഷ്യൻ്റെ നന്മ സ്വയം സാക്ഷാത്കാരത്തിന് പ്രാധാന്യം നൽകി അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് പ്രാധാന്യം നൽകിയ ആരാണ്? മാനവികതാവാദമാണ്. പിന്നെ ഏതാണ്? കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ എന്നിവരാണ് ഇതിൻ്റെ പ്രധാന വ്യക്തികളുടെ വളർച്ചയ്ക്കും ക്രിയാത്മകതയ്ക്കും ഇത് പ്രാധാന്യം നൽകി. അപ്പോൾ ആത്മസാക്ഷാത്കാരവും എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ് ഇത്രയുമാണ് ഇതിനകത്ത് പ്രാധാന്യം. അപ്പം വളരെ വിശാലമായിട്ടൊന്നുമുള്ള ഒരു ചെറിയ പോർഷൻ ഇച്ചിരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് ബാക്കിയുള്ളത് കയറിപ്പാം. ഓക്കെ.